സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ TP അഷ്റഫ് അലിയെ സംബന്ധിച്ചിടത്തോളവും സമസ്ത ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തകർക്കും അതിന്റെ നേതാക്കന്മാർക്കും നേരത്തെ ചില പ്രതിഷേധങ്ങളുണ്ട്. ആ പ്രതിഷേധങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. TP അഷ്റഫ് അലി കഴിഞ്ഞ പ്രാവശ്യം മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ കരുവാരക്കുണ്ട് സീറ്റിൽ മത്സരിച്ച സമയത്ത് സമസ്ത ജമിയത്തുൽ ഉലമ അതിൽ ഇടപെട്ടിട്ടില്ലെങ്കിൽ പോലും TP അഷ്റഫ് അലി ശരീഅത്ത് വിരോധിയായി എന്നതിന്റെ പേരിൽ ശരീഅത്തുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ സമസ്ത പണ്ഡിതന്മാരെ അധിക്ഷേപിച്ചുകൊണ്ട് നടത്തിയതിന്റെ പേരിൽ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിച്ചിട്ടുണ്ട് എന്നത് ശരിയാണ്. മഹാഭൂരിപക്ഷം വോട്ട് കിട്ടിയ TP അഷ്റഫ് അലിക്ക് കേവലം 2000, അതിനു മുമ്പ് മുസ്ലിം ലീഗിന്റെ ഈറ്റില്ലമായ ആ സ്ഥലത്ത് കേവലം 2000 ഭൂരിപക്ഷത്തിന് മാത്രമാണ് TP അഷ്റഫ് അലി തെരഞ്ഞെടുക്കപ്പെട്ടത്. അത് ജനങ്ങളുടെ പ്രതികരണമാണ്, നമ്മൾ കാണാതെ പോകരുത്. അതിന് പ്രധാനപ്പെട്ട കാരണം ശരീഅത്ത് നിലപാടിലും അതുപോലെ തന്നെ പെൺകുട്ടികളുടെ വിവാഹ കാര്യത്തിലും സമസ്ത എടുത്ത നിലപാടിന് ഘടകവിരുദ്ധമായി TP അഷ്റഫ് അലി സ്വീകരിച്ച നിലപാടാണ്. ഇപ്പോഴും തെരഞ്ഞെടുപ്പ് മുമ്പിൽ നിൽക്കുന്ന സമയത്ത് TP അഷ്റഫ് അലിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, അവരുടെ TP അഷ്റഫ് അലിയുടെ ഒരു വാട്സപ്പ് പോസ്റ്റ് കാണാനിടയായത് സമസ്ത ജമിയത്തുൽ ഉലമയുടെ യുവജന വിഭാഗത്തിൽപ്പെട്ട ഞാൻ അടക്കമുള്ള ചില ആളുകളെ പേരെടുത്ത് വിമർശിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള കമന്റ് ഞങ്ങൾ പാർട്ടി നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളത് പ്രതിഷേധമായി അറിയിച്ചിട്ടുണ്ട്. അഷ്റഫ് അലി ഈ ഞാനിന്മേലുള്ള കളി ഈ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ വെച്ചുകൊണ്ട് സമസ്തയുടെ പ്രവർത്തകരെയും നേതാക്കന്മാരെയും അടച്ചാക്ഷേപിക്കുന്ന ഈ ശൈലി ഒരിക്കലും തുടർന്ന് വെച്ചു ഉറപ്പിക്കാൻ കഴിയുന്നതല്ല. എന്ന പോലെ തന്നെ അഷ്റഫ് അലി എടുത്ത അതേ നിലപാട് തന്നെയായിരുന്നു PK ഫിറോസും കഴിഞ്ഞ കാലങ്ങളിൽ ശരീഅത്ത് വിഷയത്തിലും നിബിധന വിഷയത്തിലും. എന്ന പോലെ തന്നെ ബഹുമാനപ്പെട്ട സമസ്ത ജമിയത്തുൽ ഉലമയുടെ ഉയർത്തിപ്പിടിക്കുന്ന ശരീഅത്തിന് വിരുദ്ധമായാണ് ചില വിവാഹ പ്രായ കാര്യത്തിൽ ഫിറോസ് എടുത്തിരുന്ന നിലപാട്. ആ നിലപാട് ഇന്ന് വരെ ഫിറോസ് തിരുത്തുകയോ സമസ്തയോട് ആ കാര്യം ബോധ്യപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് ആദർശപരമായി ഫിറോസിന്റെ നിലപാടിനോട് ശക്തമായ വിയോജിപ്പ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. എന്നാൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി ഫിറോസിനെ നിർത്തുമ്പോൾ അതിനെ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്യുക എന്നത് ഞങ്ങളുടെ ആഗ്രഹമല്ല. അത് പ്രവർത്തകർ എങ്ങനെയാണോ അതിന്റെ പ്രതിഫലനം അത് രൂപത്തിൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർ സ്വീകരിക്കും. എല്ലാ ഭാഗങ്ങളും അന്വേഷിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് തീരുമാനമെടുക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിനെ ബഹുമാനിച്ച് ആദരിച്ചു പോന്ന, സമസ്തയെ ബഹുമാനിച്ച് ആദരിച്ചു പോന്ന ഒരു ചരിത്രവും പാരമ്പര്യവും മുസ്ലിം ലീഗിനുണ്ടായിരുന്നു. മുസ്ലിം ലീഗിലെ ഒരു പുതിയ തലമുറ പക്ഷേ അതിൽ നിന്ന് വ്യതിചലിക്കുന്നു എന്നൊരു തോന്നൽ സമസ്തയുടെ താങ്കൾ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കുണ്ട്. മുസ്ലിം ലീഗ് ഒരിക്കലും പഴയ ആദർശത്തിൽ നിന്ന്, അതായത് സമസ്ത ജമിയത്തുൽ ഉലമയുടെ ഉലമാക്കളെ ബഹുമാനിക്കുന്ന നിലപാടെന്നുകൊണ്ട് മുസ്ലിം ലീഗ് വ്യതിചലിച്ചിട്ടില്ല. വ്യതിചലിച്ചതായി ഞങ്ങൾ ഇതുവരെ വിലയിരുത്തിയിട്ടില്ല. എന്നാൽ ഫിറോസിനെ പോലുള്ള, അഷ്റഫ് അലിയെ പോലുള്ള ഒറ്റപ്പെട്ട ചില വ്യക്തികൾ നേതൃത്വത്തെ പോലും അംഗീകരിക്കാതെ, എത്രത്തോളം മുസ്ലിം ലീഗിന്റെ നിലപാടുകളെ പോലും അംഗീകരിക്കാതെ, അവരുടെ നേതൃത്വം ബഹുമാനപ്പെട്ട പാലക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളാണ്. അദ്ദേഹത്തിന്റെ നിലപാടിനോട് പോലും യോജിക്കാത്ത വിധത്തിൽ ചീപ്പ് പോപ്പുലാരിറ്റി നേടാൻ കഴിഞ്ഞ കുറച്ച് കാലങ്ങളോളമായി ശരീഅത്ത് വിഷയത്തിലൊക്കെ സ്വമേധയാ ഇടപെടുകയും പണ്ഡിതന്മാർ കൈകാര്യം ചെയ്യേണ്ട കാര്യം ഈ ചെറിയ ചില വ്യക്തികൾ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നത് മൊത്തത്തിൽ പ്രതിഷേധത്തിന് ഇടയായതാണ്. മുസ്ലിം ലീഗിന്റെ ആളുകൾ പോലും അതിനെ ചോദ്യം ചെയ്തതാണ്. ആ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളും അഥവാ സമസ്ത ജമിയത്തുൽ ഉലമയുടെ ആളുകളും ഫിറോസിനെ പോലുള്ള ചില ആളുകളും തമ്മിലുള്ള ആദർശപരമായിരിക്കുന്ന അകൽച്ച നിലനിർത്തിക്കൊണ്ടാണ് ഫിറോസിന്റെ ഈ ചർച്ച മുന്നോട്ട് വരുന്നത്. അതുകൊണ്ട് ഫിറോസ് ഈ കാര്യത്തിൽ ക്ലാരിഫിക്കേഷൻ നടത്തണം. എന്താണ് ഫിറോസിന്റെ നിലപാട്? അത് തെരഞ്ഞെടുപ്പുമായി മുമ്പിൽ വെച്ചുകൊണ്ടല്ല. സമസ്ത ജമിയത്തുൽ ഉലമ തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ചർച്ചയ്ക്കേ തയ്യാറല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫിറോസ് സമസ്തയുടെ അല്ലെങ്കിൽ ശരീഅത്തിന്റെ ആശയത്തെ അംഗീകരിക്കാൻ തയ്യാറാവണം. ആ രൂപത്തിൽ ഫിറോസിനെ ഞങ്ങൾ ബോധവൽക്കരണം നടത്താൻ ഏതറ്റം വരെയും പോകാൻ ഞങ്ങൾ തയ്യാറാണ്. റൈറ്റ്. ശ്രീ NP ചെക്കുട്ടി, ആദർശപരമായ ഒരു അകൽച്ച PK ഫിറോസുമായി സമസ്ത നേതാക്കൾക്കുണ്ട്, നാസർ ഫൈസി കൂടത്തായി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കുണ്ട് എന്നിപ്പോൾ വ്യക്തമായി. ഒരു തെരഞ്ഞെടുപ്പിനെ മുന്നിൽ വെച്ചുകൊണ്ട് PK ഫിറോസിനുള്ള മറുപടി കൊടുക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ഉദ്ദേശമാണോ ഈ സമസ്തയുടെ നേതാക്കൾക്കുള്ളത്? എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത്തരം വിഷയങ്ങളിൽ ഞാൻ ശരീഅത്തിന്റെ കാര്യത്തിൽ ഞാൻ അഭിപ്രായം പറയുന്നില്ല. പക്ഷേ വ്യക്തി നിയമവുമായിട്ട് ബന്ധപ്പെട്ട് വ്യത്യസ്ത സമുദായങ്ങൾക്കകത്ത് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. അതിപ്പം അത്തരം കാര്യങ്ങളിൽ ഇൻഡിവിജ്വൽസിന് അഭിപ്രായം ഉണ്ടാവും, രാഷ്ട്രീയ നേതാക്കൾക്കുണ്ടാവും, മത നേതാക്കളുണ്ടാവും. അപ്പൊ മത നേതാക്കൾ മാത്രമാണ് ഇത്തരം കാര്യങ്ങളിൽ അഭിപ്രായം പറയേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഞാൻ ഇത്തരം കാര്യങ്ങളിൽ ഒരു വിദഗ്ധനല്ല. പക്ഷെ ഒരു മതേതര സമുദായത്തിൽ ജീവിക്കുന്ന ആളുകൾ എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും കാലത്തിനനുസരിച്ച് വേണ്ട മാറ്റങ്ങളെ കുറിച്ച് ഓരോ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. പക്ഷെ അത് സമുദായത്തിനകത്ത് രാഷ്ട്രീയ രംഗത്ത് ഉയർന്നു വരുന്ന വ്യക്തികളെ ഇല്ലായ്മ ചെയ്യാനോ അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തെ തകർക്കാനോ
സംഘപരിവാരത്തിനോ അനുകൂലമായ ഒരു പുതിയ അന്തരീക്ഷം സൃഷ്ടിക്കാനോ ആരെങ്കിലും തയ്യാറാവുമെന്ന് ഞാൻ കരുതുന്നില്ല. കുന്നമംഗലത്തെ സംബന്ധിച്ചിടത്തോളം സംഘപരിവാരത്തിന് വളരെ ശക്തിയുള്ള ഒരു പ്രദേശമാണ്. ഇത്തരത്തിലുള്ള സമുദായത്തിനകത്തുള്ള ആഭ്യന്തര പ്രശ്നങ്ങളുടെ പേരിലുണ്ടാവുന്ന ചർച്ചകൾ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒന്നുകിൽ അത് ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് വരും, അതല്ലെങ്കിൽ സംഘപരിവാരത്തിന് അനുകൂലമായിട്ട് വരും. അത്തരം ചർച്ചകൾ ഇത്തരം സന്ദർഭങ്ങളിലല്ല വേണ്ടത് എന്ന് മാത്രമാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. റൈറ്റ്. ശ്രീ എൻ പി ചക്കുട്ടി, ഒറ്റ കാര്യം കൂടി, തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ചു പോകുന്ന ഒരു പാരമ്പര്യമാണ് സമസ്തയ്ക്കും മുസ്ലിം ലീഗിനുമുള്ളത്. ഇക്കാലം അത്രയും നോക്കുകയാണെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ വിജയവും സമസ്തയെ തെറ്റിക്കാതെ ബഹുമാനിച്ച് ആദരിച്ച് കൊണ്ടുപോകുന്ന ഇതിലുണ്ടായ ഒരു റിസൾട്ട് തന്നെയാണ് അവരുടെ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെയുള്ള വിജയം. പുതിയ കാലത്ത് സമസ്തയിലെ ഒരു പുതിയ തലമുറയും മുസ്ലിം ലീഗിനകത്തെ ഒരു പുതിയ തലമുറയും തമ്മിലുള്ള ഒരു ക്ലാഷ് നിലനിൽക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഈ ക്ലാഷ് മുസ്ലിം ലീഗിൻ്റെ ഭാവി എത്രത്തോളം ഏത് രീതിയിൽ ബാധിക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? അങ്ങനെയില്ല. ഏത് സമുദായത്തിലും, ഞാൻ മുസ്ലിം സമുദായത്തിനെ കുറിച്ച് മാത്രമല്ല പറഞ്ഞത്, എല്ലാ സമുദായങ്ങൾക്കകത്തും തങ്ങളുടെ കുടുംബപരമായ കാര്യങ്ങളെക്കുറിച്ച്, സാമുദായികമായ കാര്യങ്ങളെക്കുറിച്ച്, വ്യക്തി നിയമവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് അഭിപ്രായങ്ങൾ ഉണ്ടാവും. അതിന്റെ അടിസ്ഥാനത്തിലുള്ള മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള മുറവിളികൾ ഉണ്ടാവും. ആ മുറവിളികൾ ഒരു സമുദായ വിരുദ്ധമായിട്ടുള്ള നിലപാടോ അല്ലെങ്കിൽ സമുദായത്തിലെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തോടുള്ള എതിർപ്പോ അല്ല. അത് ആ സമുദായത്തിന്റെ വളർച്ചയുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു ഘട്ടം മാത്രമാണ്. അപ്പൊ അത് സമസ്തയുടെ നിലപാടുകളെ എന്ന് പറയുന്നത് കാലാകാലത്തും ഒരേ നിലപാടായിട്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇത്തരം കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും. അത് വളരെ സ്വാഭാവികമാണ്. അതിൽ ഇസ്ലാമിക സമൂഹത്തിൽ നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇത്തരം കാര്യങ്ങളിൽ, മതപരമായ കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് പേഴ്സണലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ ഒരു വിഷയവും മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയം തമ്മിൽ കൂട്ടിക്കൊള്ളുത്തേണ്ടതില്ല എന്നാണ് ഞാൻ വ്യക്തമാണ്. അവസാനമായി ശ്രീ എം സി മൈനാജി, താങ്കൾക്ക് അവസാനിപ്പിക്കാം. അതായത് ഒരു അകൽച്ചയുണ്ട്. ടി പി അഷ്റഫ് അലി, പി കെ ഫിറോസ് ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിലെ ഉയർന്നു വരുന്ന പുതുതലമുറയിലെ നേതാക്കളുമായി, നാസർ ഫൈസി കൂടത്തായി ഉൾപ്പെടെയുള്ള സമസ്തയിലെ നേതാക്കൾക്ക് ഒരു അകൽച്ചയുണ്ട്, ചെറിയ അസ്വാരസ്യങ്ങൾ അതിനകത്തുണ്ട് എന്നിപ്പോൾ വ്യക്തമായി. ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് കുന്നമംഗലത്തെ പ്രത്യേക സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ട് ഈ വിഷയങ്ങളെല്ലാം പെട്ടെന്ന് തീർക്കേണ്ടതല്ലേ? താങ്കൾക്ക് അവസാനിപ്പിക്കാം. അല്ല, നാസർ ഫൈസി പറഞ്ഞത് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ കാര്യങ്ങളിലൊന്നും സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇടപെടാറില്ല. സമസ്തയുടെ നേതൃനിരയിലുള്ള ഞങ്ങൾ ചില ആളുകൾക്ക് അഷ്റഫ് അലിയുടെയും ഫിറോസിന്റെയും നയങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അത് വെച്ച് ഇടപെടുമെന്ന് നാസർ ഫൈസി പറഞ്ഞിട്ടില്ല. സമസ്ത അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. പിന്നെ തെരഞ്ഞെടുപ്പില് ഇപ്പൊ കുന്നമംഗലം സീറ്റിനെ സംബന്ധിച്ച് അന്തിമ തീരുമാനമായിട്ടില്ല. മുസ്ലിം ലീഗ് മത്സരിക്കണോ, കോൺഗ്രസ് മത്സരിക്കണോ, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഘടകകക്ഷികളാണോ മത്സരിക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് അന്തിമ തീരുമാനമായതിനു ശേഷം മാത്രമേ മുസ്ലിം ലീഗ് പാർട്ടി ആ കോൺസ്റ്റിറ്റ്യുവൻസിയിലുള്ള സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ചർച്ച ചെയ്യുകയുള്ളൂ. അപ്പോ സ്ഥാനാർത്ഥി ആര് എന്നുള്ളതിനെ സംബന്ധിച്ച് മുസ്ലിം ലീഗിന്റെ ബഹുമാന്യനായ പ്രസിഡന്റ് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിന്റെ വിജയ സംബന്ധമായ എല്ലാ കാര്യങ്ങളും മുസ്ലിം ലീഗ് ചെയ്യല്ലോ. അത് ആരാണ് സ്ഥാനാർത്ഥി എന്നുള്ളതിനെ സംബന്ധിച്ച് തീരുമാനിച്ചതിന് ശേഷം മാത്രമേ അങ്ങനത്തെ ഒരു വിഷയമുള്ളൂ. അല്ലാതെ പി കെ ഫിറോസ് ആയിട്ട് സംസ്ഥയിലെ ചില വ്യക്തികൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്ന് നാസർ ഫൈസി പറഞ്ഞു. അത് ഞങ്ങൾക്കൊക്കെ അറിയാം അങ്ങനെ ഉണ്ട് എന്നുള്ളത്. അത് കുന്നമംഗലത്തെ സ്ഥാനാർത്ഥിത്വവും അതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതിനെ അങ്ങനെ ഒരു വിഷയമാക്കി അതിനെ ഡൈവേർട്ട് ചെയ്യേണ്ട കാര്യമില്ല. സ്ഥാനാർത്ഥിത്വ കാര്യത്തിൽ ഇടപെടാറില്ല. സമയപരിമിതി മൂലമാണ് ഇടപെടേണ്ടി വരുന്നത്. വളരെയധികം നന്ദി ശ്രീ എം സി മൈനാജി, ശ്രീ എൻ പി ചക്കുട്ടി, ശ്രീ നാസർ ഫൈസി കൂടത്തായി, ശ്രീ എസ് എം ബഷീർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിനും പ്രതികരിച്ചതിനും. മിഡ് ഈസ്റ്റ് അവർ ഇനി പ്രധാന വാർത്തകളിലേക്ക്. So many times with Dhoni hitting the winning runs in a crucial game, and we have the result of the India-Pakistan match. Virat Kohli 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യക്ക് തകർപ്പൻ ജയം. പാകിസ്ഥാനെ 6 വിക്കറ്റിന് തോൽപ്പിച്ചു. വിരാട് കോഹ്ലിക്ക് അർദ്ധ സെഞ്ചുറി. വനിതാ ലോകകപ്പിൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാന് 2 റൺസ് ജയം. റഷ്യയിൽ ജെറ്റ് വിമാനം തകർന്ന് 62 പേർ മരിച്ചതിൽ UAE-യുടെ സംയുക്ത അന്വേഷണ സംഘത്തിൽ അമേരിക്കയും. മരിച്ചവരിൽ പെരുമ്പാവൂർ സ്വദേശികളായ ദമ്പതികൾ. ലാൻഡിങ്ങിനിടെ തകർന്നത് ഫ്ലൈ ദുബായ് വിമാനം. കുവൈറ്റിൽ വിദേശികൾ നേരിടുന്ന അവകാശ ലംഘനവും തൊഴിൽ ചൂഷണവും ഇല്ലാതാക്കാൻ സൈബർ വഴി തേടുന്നു. കുവൈറ്റ് ഹ്യൂമൻ റൈറ്റ്സ് സൊസൈറ്റി വിദേശ തൊഴിലാളികൾക്കായി ഓൺലൈൻ സേവന വെബ്സൈറ്റ് ആരംഭിക്കും.
നിയമോപദേശത്തിനും ബോധവൽക്കരണത്തിനും വാട്സാപ്പും വൈബറും. ഉംറ തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസ് മറിഞ്ഞ് 19 പേർ മരിച്ചു, 22 പേർക്ക് പരിക്ക്. സംഭവം മദീന മക്ക എക്സ്പ്രസ് റോഡിൽ വെള്ളിയാഴ്ച പുലർച്ചെ. മരിച്ചത് ഈജിപ്ത് പൗരന്മാർ. ഇതോടെ മിഡ് ഈസ്റ്റ് അവർ ഇവിടെ പൂർണ്ണമാവുന്നു. ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ.